സ്വരാജ് CPM-ന്റെ ഗർജിക്കുന്ന യുവസിംഹമാണ്. കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ പറയുന്ന താത്വിക അടിത്തറയിൽ മുമ്പോട്ട് പോകുന്ന, ഭാവിയിൽ CPM-നെ നിയന്ത്രിക്കാൻ കഴിയുന്ന തന്റേടമുള്ള ബോൾഡായിട്ടുള്ള പിണറായിസ്റ്റ് സ്റ്റൈൽ ഒരു നേതാവായി കണക്കാക്കപ്പെടുന്നു. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമെന്ന ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പറയുകയും മാധ്യമപ്രവർത്തകരെ പോലും വേട്ടയാടുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുകയും വേട്ടയാടപ്പെടുന്നവൻ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവൻ മാധ്യമപ്രവർത്തകനെ അല്ല വേട്ടയാടപ്പെടേണ്ടവനാണ് എന്ന് നരേഷൻ സൃഷ്ടിച്ച് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തനി ഫാസിസ്റ്റാണ് സ്വരാജ്. എന്നിട്ടും സ്വരാജിനെ കൊണ്ട് CPM നിർത്തുന്നതിന് രണ്ട് കാരണമുണ്ട്. തീർച്ചയായും പിണറായി വിജയന്റെ ചില രഹസ്യ അജണ്ടകളുണ്ട്. പിണറായിക്ക് എതിരായി നിൽക്കുന്നവരെയൊക്കെ അദ്ദേഹം മത്സരിപ്പിച്ചില്ലാതാക്കാറുണ്ട്. P. ജയരാജനെ ഒതുക്കിയത് അങ്ങനെ. കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിളങ്ങി നിന്നിരുന്ന ജയരാജനെ വടകരയിൽ സീറ്റ് കൊടുത്ത് മത്സരിച്ച് തോൽപ്പിച്ച് മൂലക്കിരുത്തിയിരിക്കുകയാണ്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വടകരയിൽ തന്നെ കൊണ്ടു നിർത്തി തോൽപ്പിച്ച് നാണം കെടുത്തി ചവിട്ടിയിരിക്കുന്നു. അത്തരം പണികളൊക്കെ അറിയാവുന്ന പിണറായിയുടെ തന്ത്രം മാത്രമല്ല, ഇത് CPM-ന്റെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന്റെ രീതി കൂടിയാണ്. CPM മുസ്ലിം വോട്ടിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. അൻവർ പുറത്തിറങ്ങി CPM-ന്റെ ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞതോടെ മുസ്ലിം വോട്ടുകൾ CPM-ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പരമാവധി ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുക എന്നത് CPM-ന്റെ നയമാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് CPM ഇപ്പോൾ സ്വരാജിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വോട്ട് പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് വടകരയിൽ അവർ കഴിഞ്ഞ തവണ ചെയ്തത്. ഷാഫി പറമ്പിൽ എന്ന കേരളത്തിലെ ഏറ്റവും ബഹുമാന്യനായ മതേതരത്വത്തിന്റെ പ്രതീകമായ നേതാവിനെ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധിയാക്കി, മുസ്ലിം വിഘടനവാദികളുടെ പ്രതിനിധിയാക്കി CPM ചിത്രീകരിച്ച് ശൈലജ ടീച്ചറിനെ ഹിന്ദു വോട്ടർമാരുടെ പ്രതീകമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് CPM-ന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതേ തന്ത്രമാണ് സ്വരാജിലൂടെ CPM പയറ്റുന്നത്. സ്വരാജ് ജയിക്കണമെന്നില്ല, എങ്കിലും ഹിന്ദു വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് സ്വരാജിന് വലിയ ഭീഷണി ഉണ്ടാക്കാൻ കഴിയുമെന്ന് CPM ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു.